കുടിയേറ്റങ്ങളാണ്. ഭക്ഷണം, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തേടിയുള്ള കുടിയേറ്റങ്ങളും മതപ്രചാരണത്തിനായുള്ള കുടിയേറ്റങ്ങളും ഇതിൽപ്പെടുന്നു. കുടിയേറ്റത്തിന്റെ നാളുകളിൽ ഒരുപാട് വിജയിച്ചവരാണ് ജ്ഞാനായി അവതരിപ്പിക്കുന്ന കുടിയേറ്റം. ഇപ്പം കാട്ടാനയുടെ ആക്രമണം കാരണം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാതെ. ഇന്നലെ ഭൂമിച്ചൻ വന്ന സമയത്ത് വെടിവെച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ സൂക്ഷിക്കണ്ടല്ലോ, വെടികൊണ്ട് ആന പല സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആനപ്പല ആളെയും കൊണ്ടേ പോകും. അച്ഛോ, ഇങ്ങനെ പോയാൽ എല്ലാവരും പട്ടിണി എടുത്ത് മരിക്കും. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെ പുറത്തിറങ്ങും? വെടികൊണ്ട കൊണ്ട് പണം കിട്ടാൻ വരാതിരിക്കുമോ? പിന്നെ അതൊക്കെ ദൈവം നോക്കിക്കോളും. നമ്മളിങ്ങനെ പോയാൽ പോലെ എല്ലാവരും ഭയന്നിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ സന്തോഷം തിരിച്ചു വന്നു. എങ്ങനെ നമ്മൾ പണത്തിൽ പണിയെടുക്കാൻ പറ്റും? അതുകൊണ്ട് പറഞ്ഞു കിടക്കുന്നെങ്കിൽ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ ജീവിക്കാൻ, അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുടിയേറ്റം പണ്ടേ പരാജയപ്പെട്ടു പോകും. ഇനി ഇവിടെയുള്ള അമ്മമാർക്ക് കുട്ടികളെ പോയി ഒരു ഡാൻസിന് കളിക്കണം. എല്ലാവരും മനസ്സിൽ നിന്നും മാറത്തില്ല. कोई ऐसा नहीं देखा कि हाल सोचता हूँ। मैं कोई ऐसा नहीं देखा कि हाल सोचता अगर तुम कहो। मैं कोई ऐसा नहीं देखा कि हाल सोचता अगर तुम कहो। मैं कोई ऐसा नहीं देखा कि हाल सोचता
ഇതിപ്പോൾ ആറാമത്തെ ആളാ ഈ ആഴ്ച വസൂലിക്കൊണ്ട് മരിക്കുന്നത്. എല്ലാവരും പേടിച്ചിരിക്കുക. അടുത്ത അസുഖം വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് വിശുദ്ധ സംസ്ഥാനത്തിന് പ്രോട്ടം പണിയണം. മാറാ രോഗങ്ങളും വ്യാധികളും മാറിക്കിട്ടാൻ അത് തന്നെ വേണം. ഇന്ന് വൈകുന്നേരം എല്ലാവരും പ്രദർശനമാണ് പള്ളിയിൽ വരാൻ. അത് മാത്രം പോരാ, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചൊല്ല്. ആരും മാറണം, എങ്കിലും നമുക്ക് പണിയെടുക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ തന്നെ മാറ്റിയെടുത്ത് ആ കുട്ടികളൊക്കെ വിളിച്ചൊരു നൃത്തം ചെയ്യാൻ പറഞ്ഞവിടെ ഏതൊരാൾക്കിനെയും അതിജീവിക്കാൻ കുറെ കലകൾക്കൊക്കെ കഴിയും.